സാർ, കൃഷി വകുപ്പിന് കീഴിലുള്ള ഏതെല്ലാം വിപണികളാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി ഏറ്റെടുത്തിട്ടുള്ളത്? ഇവിടെ എന്തൊക്കെ പുതിയ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു? കാർഷിക പ്രാധാന്യമുള്ളൊരു പ്രദേശമെന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിൽ കൃഷി വകുപ്പിൻ്റെ കീഴിൽ 1 ഹെക്ടർ സ്ഥലം കിടപ്പുണ്ട്, അന്യാധീനപ്പെട്ട് കിടക്കുകയാണത്. എടുത്ത ഒരു കമ്പനിയുടെ സെൻറ്റർ ആരംഭിക്കാനാവുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഒരു ഉന്മേഷം പകരുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ കാപ്കോ എന്ന സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ 6 മൊത്ത വ്യാപാര വിപണികൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ, നെടുമങ്ങാട് എന്നീ കേന്ദ്രങ്ങളും എറണാകുളം, മൂവാറ്റുപുഴ, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ മൊത്ത വ്യാപാര വിപണികളുമാണ് കാപ്കോയുടെ ഭരണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിപണികൾ കൂടാതെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി ബനാന ഹണി പാർക്ക് തൃശ്ശൂർ, വെജിറ്റബിൾ പാർക്ക് ചേർത്തല, കൂത്താളിയിലും വേങ്ങേരിയിലുമുള്ള കോക്കനട്ട് പാർക്ക്, മുതലമടയിലെ മാംഗോ പാർക്ക് എന്നീ അഗ്രി പാർക്കുകളും കാപ്കോയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വ്യവസായ കോൺഫറൻസുകൾ, ട്രേഡ് ഷോകൾ, എക്സ്പോ, ഇവൻറ്റുകൾ എന്നിവ സുഗമമായി സംഘടിപ്പിക്കുന്നതിന് 8 കോടി രൂപ ചെലവിൽ ആനേറയിലെ കാർഷിക നഗര മൊത്ത വ്യാപാര വിപണിയിൽ ഒരു എക്സിബിഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നതാണ്. ഈ 6 മൊത്ത വ്യാപാര മാർക്കറ്റുകളിലെ നിലവിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ഈ മാർക്കറ്റുകളിൽ നിന്നും പരമാവധി വരുമാനം ലഭ്യമാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ വിപണികൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളുടെ തൽസ്ഥിതി ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രഥിച്ച് അവയെ പരമാവധി ഉപയോഗപ്രദമാക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സെൻ്ററായിട്ട് തന്നെ നമുക്ക് ആനേറയിലെ ഈ സെൻറ്ററിനെ മാറ്റാൻ കഴിയും, ഒരു എക്സിബിഷൻ സെൻറ്ററിനെയും മാറ്റാൻ കഴിയും. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള സ്ഥലത്ത് കാപ്കോയുമായി ബന്ധപ്പെട്ട് ഏത് പ്രവർത്തനങ്ങളാണ് നടത്താൻ കഴിയുക, അതിനെ എങ്ങനെ ആ ഭൂമിയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്ന കാര്യം ഈ മാസം തന്നെ അത് പരിശോധിക്കാനും അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ഉത്തരവിടുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു.